നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്ന പെൻഷൻ വരുമാനത്തിന് ആദായ നികുതി നൽകേണ്ടതുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? പെൻഷൻ വരുമാനത്തിന് തിരഞ്ഞെടുക്കുന്ന നികുതി ക്രമവും വരുമാനത്തിൻ്റെ തോതും അനുസരിച്ച് ആദായ നികുതി നൽകേണ്ടതുണ്ട്. പെൻഷൻ വരുമാനത്തിൽ പഴയ രീതിയിൽ 50,000 രൂപയും പുതിയ നികുതി ക്രമത്തിൽ 75,000 രൂപയും സ്റ്റാൻഡേർഡ് റിഡക്ഷനായി ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഫാമിലി പെൻഷൻ ലഭിക്കുന്നവർക്ക് 25,000 രൂപയാണ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ. സ്റ്റാൻഡേർഡ് റിഡക്ഷന് വേണ്ടി അധിക രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല. കൂടാതെ സർക്കാർ ഉദ്യോഗസ്ഥർ പെൻഷൻ തുക മുൻകൂർ കമ്മ്യൂട്ട് ചെയ്തെടുക്കുന്ന തുകയ്ക്ക് ആദായ നികുതി നൽകേണ്ടതില്ല. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്തിരിക്കുന്നവർ ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയാണ് കമ്മ്യൂട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ 1/3 തുക ആദായ നികുതിയിൽ നിന്നും ഒഴിവാകും. ഗ്രാറ്റുവിറ്റി ഇല്ലാതെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തെടുക്കുന്നവർക്ക് 50% തുകയ്ക്ക് ആദായ നികുതി നൽകേണ്ടത് ഇല്ല. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.